തിയേറ്റർ റിലീസ് ആവാണ്ട് OTT റിലീസായ ഒരു വെബ് സീരീസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനോടകം ആ ഒരു വെബ് സീരീസ് കുറേ പേര് കണ്ടിട്ടുണ്ടാകും. മലയാളം വെബ് സീരീസാണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നാണ് വെബ് സീരീസിൻ്റെ പേരും. മുമ്പ് പറഞ്ഞല്ലേ, ഇതൊരു തിയേറ്റർ റിലീസ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. ഈ ഒരു വെബ് സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓക്കെ വാച്ചായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. ഒരു സിമ്പിൾ ഒരു പ്ലോട്ടാണ്, പഴയ കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവത്തെ അവർ വലിയ തരക്കേടില്ലാണ്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലാണെങ്കിലും ആ ഒരു കാലഘട്ടം നമ്മൾ കാണിക്കുമല്ലോ, ആ കാലഘട്ടം കാണിച്ചൊക്കെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർ അത് ഏറ്റവും മിനിമൽ വേർഷനിൽ തന്നെ അവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ആംബിയൻസ് ഒരു 76, 78 ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതായതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിനെ വലിയ തെറ്റില്ലാണ്ട് അവർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ആ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ നമ്മളിലൊക്കെ കൊണ്ടുവരാനായിട്ട് വെബ് സീരീസ് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു പോർഷൻ, ആ ഒരു പോർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് അവർ സ്ക്രീനിൽ കാണിച്ചതും. പക്ഷെ അത് കൊണ്ടുവന്നൊരു രീതിയുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്ത് പേരിനോട് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ക്ലൈമാക്സ് കൊണ്ടുപോയിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ. സുരാജ് ഏട്ടൻ ചെയ്ത ക്യാരക്ടറൊക്കെ ആണെങ്കിലും പുള്ളി ഒരു ഇച്ചിരി അധികം സംസാരിക്കാത്തൊരു ടൈപ്പ്, ആക്ഷൻ കൊണ്ട് മാത്രം കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ, ഒരു മടിയനായിട്ടുള്ള, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു ക്യാരക്ടർ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വധുക്കളായിട്ട് വരുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ ആക്ടിങ്ങും കുഴപ്പമില്ല. എനിക്ക് എങ്ങനെ ഒരാളുടെ പെർട്ടിക്കുലറായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാവരും അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഓരോരുത്തർക്കും ഓരോ എപ്പിസോഡിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഓരോ എപ്പിസോഡിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരെ കൂടാണ്ട് വലിയൊരു ഹ്യൂജ് കാസ്റ്റിംഗ് ഒന്നും വരുന്നില്ല. വരുന്നവരൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് പറയട്ടെ. എനിക്കിതിൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എൻ്റെ ദൈവമേ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിലെ ഒരു പഴയ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് അവർ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേസിങ് ഇല്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേസിങ്, അതായിട്ട് എനിക്ക് തോന്നി. അതൊരു എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ആവശ്യത്തിന് ഓക്കെ, ഇത് അനാവശ്യത്തിന് കുറേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എവിടെ നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരവസ്ഥയിൽ ഭയങ്കര എനിക്കിപ്പോൾ അത് വൃത്തികേടായിട്ട് തന്നെയാണ് തോന്നിയത്. നല്ല രീതിയിൽ ഇഴച്ചിട്ടുണ്ട്. ഇപ്പം തങ്കം എന്ന് പറയുന്ന എപ്പിസോഡാണെന്ന് തോന്നുന്നു, 5ാമത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു. ഈ തങ്കം എന്ന് പറയുന്നൊരു എപ്പിസോഡ് വരെ ചെറിയ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഇങ്ങനെ ബൂമർ വലിക്കുന്ന പോലെ വലിച്ചു വിട്ടിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പറയായിരുന്നു, അല്ലെങ്കിൽ അതിലെ 2 കഥ ഒറ്റ ഇതിൽ തന്നെ പറഞ്ഞ് സ്പീഡപ്പാക്കി പോകായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ വന്നു. ആദ്യത്തതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ സിറ്റുവേഷനൊക്കെ പറയുന്നത് കൊണ്ട് ലില്ലിക്കുട്ടി, സാവിത്രി അങ്ങനെ തുടങ്ങി തങ്കം വരെ നല്ല രീതിയിൽ വലിച്ചിട്ടുണ്ട്. തങ്കത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് കൊള്ളാം, കുഴപ്പമില്ല. അതൊരു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോണ ആ ഒരു ചെറിയ സംഭവങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ആ വലിച്ചു വിട്ടതിൻ്റെ കൂടെ ഈ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ വന്നപ്പം ഭയങ്കര ബോറായിപ്പോയി ആ ഒരു ഭാഗങ്ങൾ. ഈ പോലീസിനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു പേട്ട് BGM ഉണ്ട്. എൻ്റെ ദൈവമേ വെറുപ്പിച്ച് കൈ തന്നു കേട്ടോ, സത്യസന്ധമായിട്ട് പറയുക, വെറുപ്പിച്ച് കൈ തന്നു. ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമേ അല്ല അവിടെ. ചുമ്മാ അവിടെ പോലീസൊക്കെ വരുമ്പോഴുള്ള പണ്ടത്തെ സാധനമൊക്കെ ഇല്ലേ, നമുക്കത് പുള്ളി എന്തോ വലിയ സംഭവത്തിൽ അത് ഇപ്പുറത്തോട്ട് റീബിൽഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അത് ഒട്ടും കൺവിൻസിങ് അല്ല, ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ചുമ്മാ പ്ലെയിനായിട്ട് പോയാൽ പോലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയേനെ. പഴയ കാലത്ത് നടക്കുന്ന സംഭവം എന്ന് വെച്ച് പഴയ BGM തന്നെ കൊണ്ടുവരണമെന്നില്ല. ഇതിനൊരു സംഭവം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിനെ. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു ലാഗിങ്ങും കൂടെ ഒന്ന് വെട്ടിച്ചുരുക്കി ഇച്ചിരി സ്പീഡപ്പായിട്ട് അതിൻ്റെ സ്റ്റോറി പറഞ്ഞൊരു 4 എപ്പിസോഡിലൊക്കെ തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഡ് ബി ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ നന്നായേനെ, കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റിയേനെ, കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടേനെ. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അതേ ഉള്ളൂ അതിൽ മെയിൻ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു 2.5-3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചിരിക്കാനുള്ള എലമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വെബ് സീരീസിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. OTT റിലീസ് ആയതുകൊണ്ട് മാത്രം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാവരുടെ അഭിപ്രായം ഇതായിരിക്കണം എന്നില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.